ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ജസ ലേണിംഗ് റൂം. കുറേ നമ്മുടെ ഇപ്പോൾ വിക്ടേഴ്സ് ചാനലിലൂടെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ജസ ലേണിംഗ് റൂമിലെ വിക്ടേഴ്സ് ചാനലിലാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. കാരണം അതിലുള്ള ക്ലാസ്സുകൾ കേട്ടിട്ടുള്ള നിങ്ങളുടെ കമൻസാണ് അതിൽ കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ ഈ ഒരു ക്ലാസ്സിൻ്റെ എന്തിനാണെന്ന് വെച്ചാൽ ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിന് തിരഞ്ഞെടുക്കുന്ന, അതായത് ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന കുറച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ +1 ചാപ്റ്ററിലെ ഒരു നമ്പർ സിസ്റ്റം എന്നുള്ള ഒരു ഭാഗമാണ് ഞാനിവിടെ എടുക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഓക്കെ, നമ്മുടെ ചാപ്റ്റർ 1 ഒരു ഇതാണ് നമ്പർ സിസ്റ്റം എന്നുള്ളത്. എന്താണ് നമ്പർ സിസ്റ്റം? എന്തൊക്കെയാണ് നമ്മൾ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞത്? അതായത് നമ്മളെല്ലാവരും എണ്ണം അറിയുന്നവരാണ്. അപ്പോൾ അതിൽ നാച്ചുറൽ നമ്പേഴ്സ് ആയിട്ടുള്ള 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതേപോലെ കമ്പ്യൂട്ടേഴ്സിന് നമ്മൾക്ക് ആകെ അറിയുന്ന, കമ്പ്യൂട്ടറിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന ആകെ നമ്പർ എന്ന് പറഞ്ഞാൽ 0 എന്നും 1 എന്നുള്ള 2 നമ്പേഴ്സ് മാത്രമേ കമ്പ്യൂട്ടറിനെ അറിയുള്ളൂ. ഈ 2 നമ്പേഴ്സ് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? 0 എന്നുള്ളത് ഓഫ് എന്നും 1 എന്നുള്ളത് ഓൺ എന്നുമാണ് അവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. നമ്മൾക്ക് പ്രധാനമായിട്ടും ഉള്ള കുറച്ച് നമ്പർ സിസ്റ്റമാണ് ഒക്ടൽ നമ്പർ സിസ്റ്റം, ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം, അതേപോലെ നമ്മുടെ ബൈനറി നമ്പർ സിസ്റ്റം. അപ്പോൾ ഒക്ടലി ഹെക്സാഡെസിമലിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നമ്പർ സിസ്റ്റമാണ് ബൈനറി നമ്പർ സിസ്റ്റം. മാത്തമാറ്റിക്സിലും അതേപോലെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലും ബൈനറി നമ്പർ എന്ന് പറഞ്ഞ ഒരു നമ്പർ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് ബൈനറി ന്യൂമറൽ സിസ്റ്റത്തിലാണ്. അതായത് ബേസ് 2 ഉള്ള ഒരു നമ്പർ സിസ്റ്റമാണ്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 0 എന്നും 0 വോൾട്ട്, 1 എന്നും അതായത് 5 വോൾട്ട്, അതായത് ഓൺ ചെയ്യുന്ന സമയത്ത് 1 എന്നും ഓഫ് ചെയ്യുന്ന സമയത്ത് 0 എന്നുമാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, സ്പെസിഫിക്കലി ഇതിൻ്റെ ബേസ് 2 ആണ്. അതായത് നമ്മൾക്ക് ആകെ ബേസ് എന്ന് പറഞ്ഞാൽ 2 ആണ്. എന്തുകൊണ്ടാണ് ഇവിടെ 2 എന്ന് കൊടുക്കുന്നത്? 0യും 1ഉമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ 2 ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഗേറ്റുകൾ, ലോജിക് ഗേറ്റൊക്കെ ഉണ്ട്. അതൊന്നും നമ്മളിപ്പോൾ പഠിക്കേണ്ട. നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സൊക്കെ മുന്നേ പഠിച്ചതാണ്. അപ്പോൾ അതിലൊക്കെ നമ്മൾ 0യും 1ഉം മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കമ്പ്യൂട്ടേഴ്സും മൊബൈൽ ഫോൺസും ഒക്കെ നമ്മൾ ഈ ഒരു ബൈനറി നമ്പർ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. ഇതിലുള്ള ഓരോ ഡിജിറ്റും റെഫർ ചെയ്യുന്നത് ഏത് പേരിലാണ്? ബിറ്റ് എന്ന പേരിലാണ്. ഓരോ ഡിജിറ്റ് റെഫർ ചെയ്യുന്നത് ബിറ്റ് എന്ന പേരിലാണ്. നമ്മൾക്ക് ഒരു കൺവേർഷൻസ് പഠിക്കാം. ആദ്യമായി ഡെസിമൽ ടു ബൈനറി. എന്ത് ഡെസിമൽ ടു ബൈനറി എന്ന് പറഞ്ഞാൽ, ഡെസിമൽ ടു ബൈനറിയിൽ നമ്മൾ 37 ഈ 37 എങ്ങനെയാണ് ബൈനറി ആക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ 37 കറസ്പോണ്ടിങ് ആയിട്ട് എങ്ങനെ ബൈനറി ആക്കാം? ഓക്കെ, നമ്മൾ ഓരോ 37 എങ്ങനെയാണ് നമുക്ക് എടുക്കുന്നത് നോക്കാം. നമ്മളിപ്പോൾ ഒരു ഡിജിറ്റാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഡിജിറ്റിൽ നമ്മൾക്ക് എങ്ങനെയാണ് ഓരോന്നും ബൈനറി ആക്കാൻ നോക്കാം. 37 നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതായത് ഇങ്ങനെ തന്നെ നിങ്ങൾ വരച്ച് വെക്കണം. 37 ഒരു ഡെസിമലിനെ ബൈനറി ആക്കി കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയുന്നത്, ഒരു ഡെസിമൽ നമ്പർ ആയിട്ടുള്ള 37 നമ്മൾ 2 ഭാഗമായി തിരിച്ചിട്ട് അതിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. എന്തുകൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്? ഡെസിമലിനെയാണ് നമ്മൾ ബൈനറി ആക്കി കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡെസിമലിന് ബൈനറി കൺവേർട്ട് ചെയ്യുമ്പോൾ അതിന് 37ൽ 18 ആകുമ്പോൾ ബാക്കി റിമൈൻഡറായിട്ട് 1 ഒന്ന് ബാലൻസ് ആവും 1. അടുത്തതായിട്ട് 18 2 കൊണ്ട് വയ്ക്കുമ്പോൾ 9 ആണ് കിട്ടുക, അല്ലേ? 9ൽ നമുക്ക് എന്തെങ്കിലും ബാലൻസ് ഉണ്ടോ? ഇല്ല. അപ്പോൾ 0 എന്ന് നമ്മൾ റിമൈൻഡർ എടുത്തു. ഇനി അടുത്തത് 9ന് 4 ആണ്. 4 കൊണ്ടാകുമ്പോൾ 8 പക്ഷേ ബാക്കി 1. 4 എന്താണ്? 2 ആണ്. 2 കൊണ്ട് 4 അപ്പോൾ 0. ഓക്കെ, ഇനി 2നെ 2 കൊണ്ട് എടുക്കുമ്പോൾ ഒരു പ്രാവശ്യം, അല്ലേ? അപ്പോൾ അവിടെ എന്താണ്? 1 ഇതിൻ്റെ എത്ര പ്രാവശ്യം നമ്മൾ കഴിഞ്ഞു? നമ്മുടെ 0 എന്ന് നമുക്ക് ആൻസർ കിട്ടി. 2 എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് തന്നെയാണ്. അപ്പം നമ്മൾ ലാസ്റ്റ് 2 ആവുന്നത് വരെയാണ് നമ്മൾ ഈ 37 ചെയ്തപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഒരു ബൈനറി നമ്പറാണ് കിട്ടിയത്. ഇതൊരു ബൈനറി ആണെന്ന് എങ്ങനെ മനസ്സിലായത്? 1ഉം 0യും മാത്രമാണ് ഇതിലുള്ളൂ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതിയെന്ന് നോക്കാം. മേലെ നിന്ന് താഴോട്ടാണ്, താഴെ നിന്ന് മേലോട്ടാണ് എഴുതിയെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഇതിട്ടുണ്ട് 100 101. അപ്പോൾ ഇവിടെ
ഇവിടെ 1 എഴുതണം കേട്ടോ. മിനിറ്റ് ഇവിടെ ഈ ഇതിൽ നമുക്ക് 1 എഴുതണം. 1 എഴുതാത്തത് തന്നെയാണ്. അപ്പോൾ 1 0 0 1 0 1 എന്നാണ് നമുക്ക് റിസൾട്ട് കിട്ടുക. ഓക്കെ, ഇനി ഈ ഡെസിമലിനെ ഒരു ഫ്രാക്ഷനുള്ള ബൈനറി നമ്പറാക്കി എങ്ങനെ നോക്കാം. ഫ്രാക്ഷനിലാകുമ്പോൾ 25.375 25.375 25ന് എങ്ങനെ ചെയ്ത് നോക്കാം. 12 കൊണ്ട് 24 കിട്ടും. അപ്പോൾ 1 റിമൈൻഡർ. 12 2 കൊണ്ടായിരിക്കുമ്പോൾ 6 6 0. 6ന് 2 കൊണ്ടായിരിക്കുമ്പോൾ 3 3 2 6 0. 3ന് 2 കൊണ്ടിരിക്കുമ്പോൾ 1 2 2 റിമൈൻഡർ 1. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇനിയൊന്നും ചെയ്യാനില്ല. അപ്പോൾ 1 വരെ എടുത്തു. അപ്പോൾ ഇവിടുന്ന് കിട്ടി ഈ താഴെ നിന്ന് മേലോട്ട് എഴുതി. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് ബൈനറി ഫ്രാക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 1 1 0 0 1 എന്ന് നമ്മൾ എഴുതി പോയിൻ്റ് ഇട്ടു. ഇനി ഫ്രാക്ഷൻ 375 എങ്ങനെയാണ് ചെയ്യാം. അപ്പോൾ 0.375നെ ഇവിടെ എങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പോയിൻറ്റിന് ശേഷം ചെയ്യുക. അപ്പോൾ അവിടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.750. അപ്പോൾ ഇത് 0 പോയിൻ്റ് എന്ന് നമ്മൾ എഴുതണം. 750 കിട്ടിയത്. ആ 750 അവിടെ 0 എന്ന് കൊടുക്കണം. കാരണം നമുക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ല, അതിന് ബാലൻസ് ഒന്നും ഇല്ല. ഇനി 750ന് വീണ്ടും 0.75 750 750നെ വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1.500 എന്നാണ് കിട്ടുക. 1.500ൽ നമ്മൾക്ക് പോയിൻറ്റ് മുന്നേ 1 ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 1 എന്ന് താഴെ എഴുതുന്നു. ഇനി അടുത്തത് 1.5000നെ, അതായത് 1 ഇവിടെ എടുത്തപ്പോൾ 0.500 ആയി. 0 വീണ്ടും ഇൻറ്റു ചെയ്യുമ്പോൾ 1 ആയി. ഇനി നമുക്ക് എന്തെങ്കിലും ഇതിന് ചെയ്യാൻ പറ്റുമോ, കാരണം പോയിൻറ്റിന് ശേഷം 0 ആണ്. അപ്പോൾ ഇതോടെ നമ്മളുടെ ഇത് അവസാനിച്ച് നമുക്ക് 1 എന്ന് ലാസ്റ്റ് കിട്ടി. അപ്പോൾ എന്തായിരിക്കും പോയിൻ്റ് എഴുതി കഴിഞ്ഞ് ചെയ്യാം. പക്ഷെ നിങ്ങൾ വിചാരിക്കും നമ്മൾ മേലോട്ടല്ലേ എഴുതിയെന്ന്. പക്ഷേ ഇവിടെ ഫ്രാക്ഷനിൽ എന്താണ്, താഴോട്ടാണ് എഴുതുന്നത്. അപ്പോൾ എന്താ നമുക്ക് റിസൾട്ട് കിട്ടാൻ നോക്കൂ, 0 1 1 എന്നാണ് റിസൾട്ട് കിട്ടുക. അപ്പോൾ ഒരു ഡെസിമലിനെ ബൈനറി ആക്കുന്നത് ഫ്രാക്ഷൻ ഇല്ലാതെയും ഫ്രാക്ഷൻ ഉള്ളതുമാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചത്. ഫ്രാക്ഷൻ ഉള്ളത് ഇപ്പോൾ 25 എന്ന് എഴുതി നമ്മൾക്ക് റിമൈൻഡറൊക്കെ എഴുതിയതിന് ശേഷം താഴെ നിന്ന് മേലോട്ട് എഴുതുമ്പോൾ ഫ്രാക്ഷൻ ഉള്ളതിന് ഇവിടെ ഡിവിഷൻ ചെയ്യുന്നതിന് പകരം ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോയിൻറ്റിന് മുന്നേ ഏത് നമ്പറാണോ ഉള്ളത്, 0 ആണോ 1 ആണോ, അത് എടുത്ത് സൈഡിലേക്ക് എഴുതി അവിടെ നിന്നും താഴോട്ടാണ് നമ്മൾ എന്ത് എഴുതുന്നത്, നമ്പേഴ്സ് എഴുതുന്നത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അപ്പം നമ്മൾക്ക് ഡെസിമൽ ടു ഒക്ടൽ അടുത്ത ഒന്ന് നോക്കാം. ഡെസിമലിനെ എങ്ങനെയാണ് ഒക്ടലാക്കുന്നത്. അപ്പോൾ ഒക്ടൽ എന്ന് പറയുമ്പോൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന് സ്പീഡാക്കാം. 225 28 പ്രാവശ്യം. അപ്പോൾ നമുക്ക് ബാലൻസ് 1 ഉണ്ട്. 8 പ്രാവശ്യം വീണ്ടും 8ന് എത്രയാണ് 3 ഇട്ട് 24 ആവുള്ളൂ. അപ്പോൾ എന്താണ് ബാലൻസ് 4. അപ്പോൾ നമ്മൾക്ക് എന്താ റിസൾട്ട് കിട്ടുന്നത്, 3 4 1 എന്നാണ് ഡെസിമലിനെ ഒക്ടലാക്കിയിട്ടുള്ള സാധാ ക്ലാസ്. സാധാ അതായത് ഫ്രാക്ഷൻ അല്ലാത്തത്. അപ്പോൾ നമുക്ക് ഫ്രാക്ഷൻ ഉള്ളത് നോക്കാം. 198.575. 198നെ നേരത്തെ പറഞ്ഞ പോലെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ എന്താണ് എടുത്തത്, നേരത്തെ ഡെസിമൽ ടു ബൈനറി ആകുമ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇപ്പോൾ ഡെസിമൽ ടു ഒക്ടൽ ആകുമ്പോൾ ഒക്ടലിൻ്റെ പ്രത്യേകത എന്താണ്, നമ്മളെല്ലാവരും പഠിച്ചാലും 0 മുതൽ 7 വരെ, അങ്ങനെ ബേസ് 8 ആണ്. 198ന് 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്തപ്പോൾ 24 കിട്ടി. 24 എത്ര ബാക്കി ബാലൻസിൻ്റെ 6 ഉണ്ട്, അത് റിമൈൻഡർ ആയിട്ട് എഴുതി. 8ന് 3 8 24 നമ്മൾ 3 പ്രാവശ്യം എഴുതി. റിമൈൻഡർ എന്തെങ്കിലും ഉണ്ടോ, ഇല്ല, 0 ആണ് കിട്ടുക. അപ്പോൾ നമ്മൾക്ക് എന്തായിരിക്കും റിസൾട്ട് വരിക, 306 അല്ലേ, 306. ഇനി നമുക്ക് ഫ്രാക്ഷൻ ഉണ്ട് 575. നേരത്തെ പോലെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു 4.600 കിട്ടി. അപ്പോൾ 4ന് നമ്മൾ എടുത്തെഴുതി. ഓക്കെ, ആ 4ന് എടുത്തെഴുതി. ഇനി അടുത്തത് 0.600നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു 1.200 നമ്മൾ 1നെ എടുത്തെഴുതി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, 0.2000നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.400, അപ്പോൾ ആ 0നെ നമ്മൾ എടുത്തെഴുതി. ഓക്കെ, നമ്മൾ ഇത്രയൊക്കെ മതിയാകും. 3 ഇത് വരുമെങ്കിൽ 410. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഇമ്പ്രൂവ്മെൻറ്റിനെ ആണ് നമ്മളിത് ചെയ്തത്. അപ്പോൾ
ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ, അതായത് ഒരു നമ്പർ സിസ്റ്റത്തിൽ നമ്മൾക്ക് 4 തരത്തിലുള്ള നമ്പർ സിസ്റ്റത്തിൻ്റെ ബൈനറി നമ്പർ സിസ്റ്റം 0യും 1ഉമാണ് ഉള്ളത്. അതിൻ്റെ ബേസ് അതുകൊണ്ട് 2 ആണ്. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ 0 മുതൽ 9 വരെയാണ്, അതുകൊണ്ട് അതിന് 10 ആണ് ബേസ് എടുക്കുന്നത്. ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ 0 മുതൽ 7 വരെയാണ്, അപ്പോൾ അതുകൊണ്ട് 8 ആണ് ബേസ് ആയിട്ട് എടുക്കുന്നത്. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ 0 മുതൽ 15 വരെ. എങ്ങനെയാണ് 15? 0 മുതൽ 9 കഴിഞ്ഞിട്ട് ക്യാപിറ്റൽ A, ക്യാപിറ്റൽ B, ക്യാപിറ്റൽ C, ക്യാപിറ്റൽ D, ക്യാപിറ്റൽ E, ക്യാപിറ്റൽ F. അപ്പോൾ അതുവരെ എന്താണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഏതാണ് നമ്പർ സിസ്റ്റം? ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റമാണ്. അപ്പോൾ അതുകൊണ്ട് 16 ആണ് അതിൻ്റെ ബേസ് വരുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുക വിചാരിക്കുന്നു. താങ്ക് യു.